ഹായ് ഫ്രണ്ട്സ്, ഐ എം ആര്യ, സെക്കൻഡ് ഇയർ BSc മാത്തമാറ്റിക്സ് സ്റ്റുഡൻ്റാണ്. പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്ന ലെസൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ മെമ്മോയർ എഴുതിയിരിക്കുന്നത് ആനി ഡില്ലാഡാണ്. ആനി ഡില്ലാഡ് നേച്ചറിനെ നിരീക്ഷിക്കുന്ന, നേച്ചറിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. A couple of summers ago, I was walking along the edge of the island to see what I could see in the water and mainly to scare frogs. കുറച്ച് സമ്മറുകൾക്ക് മുൻപ്, അതായത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഞാൻ ഐലൻഡിലൂടെ നടക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തവളകളെ സ്കെയർ ചെയ്യുക, ഒന്ന് പേടിപ്പിക്കുക എന്നതായിരുന്നു. Frogs have an intelligent way of taking off from invisible positions on the bank just ahead of your feet in their panic, emitting a froggy yelp and splashing into the water. ഫ്രോഗ്സിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ നമ്മൾ വിചാരിക്കാണ്ട് പെട്ടെന്നായിരിക്കും അവിടെ നിന്ന് ഇവിടെ നോക്കി എടുത്ത് ചാടണത്. അതുപോലെ തന്നെ പെട്ടെന്നായിരിക്കും ഇപ്പോൾ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക. അപ്പോൾ വെള്ളത്തെ തെറിപ്പിച്ചുകൊണ്ടാണ് അവർ ചാടുക. അവരതുപോലെ സൗണ്ട് ഉണ്ടാക്കും, ഒരു ഫ്രോഗി യേക്ക് എന്ന് പറയുന്ന സൗണ്ട്. അത് തവളകളുടെ സൗണ്ടിനെയാണ് കാണിക്കുന്നത്. ഇൻക്രെഡിബിളി ദിസ് അമ്യൂസ്ഡ് മീ ആൻഡ് ഇൻക്രെഡിബിളി ഇറ്റ് അമ്യൂസസ് മീ സ്റ്റിൽ. ഈ ഒരു സംഭവം, അതായത് പെട്ടെന്ന് തവള ചാടുന്നതും അതുപോലെ ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നതും, ഇതൊക്കെ പണ്ടും അതുപോലെ ഇപ്പോഴും എന്നെ ഒരുപോലെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. As I walked along the grassy edge of the island, I go better and better to see frogs both in and out of the water. ആ ഐലൻഡിലൂടെ നടക്കുമ്പോൾ പുൽമെത്തയിലൂടെ നടക്കാനാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ നടക്കുമ്പോൾ തവളകളെ കൂടുതൽ നിരീക്ഷിക്കാൻ ഓതറിന് കഴിഞ്ഞു. I learned to recognize slowing down the difference in texture of the light reflected from mud bank, water, grass or frog. അങ്ങനെ പുൽമത്തയിലൂടെ നടന്നപ്പോൾ ചെളിയിലും വെള്ളത്തിലും പുല്ലിലും ഒക്കെ ലൈറ്റ് എങ്ങനെയൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതുപോലെ ഫ്രോഗ്സിനെ ഒക്കെ നന്നായി നിരീക്ഷിക്കാൻ കഴിഞ്ഞു. ഫ്രോഗ്സ് were flying all around me. തവളകൾ, ഓതറിന് ചുറ്റും നിറച്ച് തവളകളാണ്. അതിങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങനെയൊക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ്, നിറച്ച് തവളകളാണ്. At the end of the island, I noticed a small green frog. അങ്ങനെ നടന്ന് ഓതർ ആ ഐലൻഡിൻ്റെ ഒരറ്റത്തെത്തി. അപ്പോൾ അവിടെ ഓതർ ഒരു ചെറിയ പച്ചത്തവളേനെ കണ്ടു. He was exactly half in and half out of the water. ആ തവള പകുതി വെള്ളത്തിലും പകുതി പുറത്തുമായിട്ടാണ് ഇരിക്കുന്നത്. ലുക്കിംഗ് ലൈക്ക് എ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എൻ ആംഫീബിയൻ. ഒരു ആംഫീബിയൻ്റെ പോലെ. ആംഫീബിയൻ എന്ന് പറഞ്ഞാൽ അനിമൽസ് ദാറ്റ് ലീവ്സ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. അവരാണ് ആംഫീബിയൻസ്. അപ്പോൾ ശരിക്കും ഒരു ആംഫീബിയൻസിൻ്റെ പോലെയാണ് ആ ഒരു തവളയുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഓതറിന് തോന്നിയത്. ആൻഡ് ഹി ഡിഡിൻ ജംപ്. അതുമാത്രമല്ല, ആ തവള ചാടുന്നില്ല. ഇത്രയും നേരം തവളകൾ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയിട്ടൊക്കെയാണ് നിന്നിരുന്നത്. പക്ഷെ ആ ഒരു തവള ചാടുന്നില്ല. അതവിടെ അങ്ങനെ വെള്ളത്തിൽ പകുതി മുങ്ങിയിട്ട് ഇരിക്കുകയാണ്. ഇനി എന്താ ഉണ്ടായേ? നെക്സ്റ്റ് പാരഗ്രാഫ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ അനശ്വരേനെ ക്ഷണിക്കുന്നു. I am Anishra H, third sem BSc Mathematics student. Pilgrim at Tinker Creek എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാരഗ്രാഫാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓതർ ആനി ഡിലാഡ് ഈ പാരഗ്രാഫിൽ ആ ഗ്രീൻ ഫ്രോഗിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. He didn't jump. I crept closer. At last, I knelt on the island's winter-killed grass, lost dumbstruck, staring at the frog in the creek just 4 feet away. He was a very small frog with wide, dull eyes, and just as I looked at him, he slowly crumbled and began to sag. The spirit vanished from his eyes as if snuffed. ഐലൻഡിൽ വെച്ച് കണ്ട ഗ്രീൻ ഫ്രോഗിന്റെ അടുത്തേക്ക് ഓതറെ പോവുകയാണ്. മഞ്ഞ് കാരണം ഉണങ്ങി നിൽക്കുന്ന ഐലൻഡിലെ പുല്ലുകൾക്കിടയിലേക്ക് മുട്ടുകുത്തി ഇരുന്നാണ് ഓതർ ഫ്രോഗിനെ നിരീക്ഷിക്കുന്നത്. ഏകദേശം 4 ഫീറ്റ് മാത്രമാണ് അവർ തമ്മിലുള്ള അകലം. അതുകൊണ്ട് തന്നെ ആനി ഡിലാഡിന് ഫ്രോഗിനെ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു ചെറിയ ഫ്രോഗായിരുന്നു. അതിൻ്റെ വലിയ കണ്ണുകൾ മങ്ങിയതായിട്ടാണ് ഓതർ കാണുന്നത്. നോക്കി നിൽക്കെ ഫ്രോഗ് ക്രംബിൾ ചെയ്ത്
ഒരു സാഗായി മാറുന്നതായിട്ടും അതിൻ്റെ വലിയ കണ്ണിലെ തിളക്കം നഷ്ടപ്പെടുന്നതായിട്ടും ഓതർ ശ്രദ്ധിക്കും. His skin emptied and drooped. His every skull seemed to collapse and settle like a gifted tent. He was shrinking before my eyes like a deflating football. I watched the taut, glistening skin on his shoulders shrug and rumble and fall. Soon part of his skin, formless as a pricked balloon, lay in floating floats like bright scum on top of the water. ശൂന്യമായ ഫ്രോഗിന്റെ സ്കിന്ന് ചുരുങ്ങിയ ബലൂൺ പോലെ വാട്ടറിൽ ഹോൾഡ് ചെയ്ത് കിടക്കുക എന്നതായിട്ടാണ് കാണുന്നത്. ഫ്രോഗിന്റെ സ്കൾ കൊളാപ്സ് ചെയ്ത് ഒരു ടെന്റ് വീഴുന്നത് പോലെ സെറ്റിൽ ചെയ്യുന്നതും അതിന്റെ വലിയ കണ്ണുകൾ ഫുട്ബോളിന്റെ കാറ്റ് പോകുന്നത് പോലെ ഷ്രിങ്ക് ചെയ്യുന്നതും ഓതറിന്റെ കൺമുന്നിൽ വെച്ചാണ്. തിളക്കമേറിയ വലിഞ്ഞു മുറുകിയിരുന്ന ഫ്രോഗിന്റെ സ്കിന്നിൽ ചുളിവുകൾ ഉണ്ടാവുന്നതായിട്ടും ഓതർ കാണും. അധികം വൈകാതെ തന്നെ ഫ്രോഗിന്റെ സ്കിൻ ഷേപ്പ്ലെസ് ആയ ചുങ്ങിയ ബലൂൺ പോലെ വാട്ടറിന്റെ ടോപ്പിൽ ഹോൾഡ് ചെയ്ത് കിടക്കുകയാണ്. ഇതിൽ സ്കം എന്ന് പറയുന്നത് അൺവാണ്ടഡ് തിങ് ഹോൾഡ് ഓൺ ദി ടോപ്പ് ലൈക്ക് എ പായൽ. It was a monstrous and terrifying thing. I gaped, bewildered, appalled. An oval shadow hung in the water behind the drained frog. Then the shadow glided away. The frog's skin bag started to sink. ആ കാഴ്ച ഓതറിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ പരിഭ്രമത്തിനിടയിലും ഓതർ ഡ്രെയിൻഡ് ഫ്രോഗിന്റെ പുറകിൽ നിന്നും ഒരു ഓവൽ ഷേപ്പുള്ള ഷാഡോ വാട്ടറിൽ ഹങ് ചെയ്ത് കിടക്കുന്നതും അത് അവിടെ നിന്നും ഗ്ലൈഡഡ് അവേ മീൻസ് തെറിച്ചു പോകുന്നതായിട്ടും ആനി ഡെലാഡ് ശ്രദ്ധിക്കും. നോക്കി നിൽക്കെ ഫ്രോഗിന്റെ സ്കിൻ ബാഗ് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും. ഈ പാരഗ്രാഫിലുടനീളം ഓതർ ഫ്രോഗിനെ ഹി എന്ന പ്രൊണൗൺ ഉപയോഗിച്ചാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓതർ ആനി ഡിലാഡിന് ഫ്രോഗിനോടും നാച്ചുറലിനോടും എത്രമാത്രം ഇൻറ്റിമസി ഉണ്ടെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. തേർഡ് പാരഗ്രാഫ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാജഗോപാലിനെ ഈ സെമിനാറിലേക്ക് ഞാൻ വെൽക്കം ചെയ്യും. ഹായ്, ഐ ആം രാജഗോപാൽ, സെക്കൻഡ് സെമസ്റ്റർ BSc മാത്തമാറ്റിക്സ്. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്കിലെ തേർഡ് പാരഗ്രാഫാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദി ക്ലാസ്. I had read about the giant water bug but never seen one. ഇവിടെ റൈറ്റർ പറയാണ് താൻ ഒരു ജെയിൻ വാട്ടർ ബഗിനെ പറ്റി വായിച്ചറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. ജെയിൻറ്റ് വാട്ടർ ബഗ് ഈസ് റിയലി ദ നെയിം ഓഫ് ദി ക്രീച്ചർ വിച്ച് ഈസ് ആൻ എനോർമസ് ഹെവി ബോഡിഡ് ബ്രൗൺ ബഗ്. ജെയിൻ വാട്ടർ ബഗ് എന്നാണ് ശരിക്കും ഈ ബഗിൻ്റെ പേര്. അതെന്ന് വെച്ചാൽ ഭയങ്കര അത്യാവശ്യം വലിയ ഒരു തവിട്ട് നിറത്തിലുള്ള ഒരു ജീവിയാണ് ഈ ജെയിൻറ്റ് വാട്ടർ ബഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈറ്റ്സ് ഇൻസെക്ട്സ്, ടാഡ്പോൾസ്, ഫിഷ് ആൻഡ് ഫ്രോഗ്സ്. ഈ വാട്ടർ ബഗിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഇൻസെക്റ്റുകളും ടാഡ്പോൾസ് എന്ന് വെച്ചാൽ തവളക്കുഞ്ഞുങ്ങളും പിന്നെ മീനും പിന്നെ തവളകളൊക്കെയാണ് ഇതിൻ്റെ ഭക്ഷണം. ഇറ്റ്സ് ഗാസ്പിംഗ് ഫോർലെഗ്സ് ആർ മൈറ്റി ആൻഡ് ഹുക്ഡ് ഇൻവേഴ്സ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതിൻ്റെ ശരീരത്തോട് ചേർന്ന് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന ശക്തമായ ഫോർലെഗ്സ്, അതായത് മുൻകാലുകളാണ് ഇതിനുള്ളതെന്ന് റൈറ്റർ പറയുന്നു. ഇറ്റ് സീസസ് എ വിക്ടിംസ് വിത്ത് ദീസ് ലെഗ്സ്, hug it tight and paralyzes it with enzymes injected during a vicious bite. ഈ ജെയിൻറ്റ് വാട്ടർ ബഗ് ഇര പിടിക്കുന്നത് തൻ്റെ മുൻകാൽ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഇര എന്ന് പറയുന്നത് ഫ്രോഗാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇരയെ തൻ്റെ മുൻകാൽ ഉപയോഗിച്ചിട്ട് ടൈറ്റായി പിടിച്ച് ഇവരുടെ അകത്തേക്ക് ഒരു പോയ്സണസ് എൻസൈം ഒരു ബൈറ്റിലൂടെ കടത്തി വിടുമ്പോൾ ഇവർ പാരലൈസ് ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് വൺ ബൈറ്റ് ഈസ് ദ ഓൺലി ബൈറ്റ് ഇറ്റ് എവർ ടേക്ക്. ഇവിടെ റൈറ്റർ പറയുകയാണ് ഒരു ഒറ്റ കടി കൊണ്ട് തന്നെ തൻ്റെ ഇരയെ ഈ ജെയിൻറ്റ് വാട്ടർ ബഗിന് കീഴ്പ്പെടുത്താൻ സാധിക്കും. ത്രൂ ദി പങ്ക്ചർ ഷൂട്ട് ദ പോയ്സൺ ദാറ്റ് ഡിസോൾവ്സ് ദ വിക്ടിംസ് മസിൽസ് ആൻഡ് ബോൺസ് ആൻഡ് ഓർഗൻസ് ഓൾ ബട്ട് ദ സ്കിൻ ആൻഡ് ത്രൂ ഇറ്റ് ദ ജെയിൻറ്റ് വാട്ടർ ബഗ് സക്സ് ഔട്ട് ദി വിക്ടിംസ് ബോഡി റെഡ്യൂസ് ടു എ ജ്യൂസ്. നേരത്തെ പോയ്സണസ് എൻസൈം ഈ വിക്ടിമിൻ്റെ അതായത് ഇരയുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഇരയുടെ സ്കിന്നൊഴിച്ച് ബാക്കിയുള്ള മസിൽസും ബോൺസും പിന്നെ ഓർഗൻസും ഒക്കെ ഡിസ്ട്രോയ് ആയി ഒരു ഫ്ലൂയിഡ് രൂപത്തിലേക്ക് അത് മാറും. ഈ ഫ്ലൂയിഡ് ഈ ജെയിൻറ്റ് വാട്ടർ ബഗ് സക്ക് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് റൈറ്റർക്ക് നേരത്തെ ഈ ഫ്രോഗ് ഷ്രിങ്കായി പോകുന്നത് കാണപ്പെട്ടത്. ദിസ് ഇവൻറ്റ് ഈസ് ക്വൈറ്റ് കോമൺ ഇൻ വാം ഫ്രഷ് വാട്ടർ. ഈ ജെയിൻറ്റ് വാട്ടർ ബഗ് ഇരപിടിക്കുന്നത് കോമൺ ആണ് ഈ ഫ്രഷ് വാട്ടറിൽ. ദ ഫ്രോഗ് ഐ സോ വാസ് ബീയിങ് സക്ഡ് ബൈ എ ജെയിൻറ്റ് വാട്ടർ ബഗ്.
ഞാനിന്ന് കണ്ട തവളേനെ ഒരു ജെയിൻറ്റ് വാട്ടർ ബഗ് സക്ക് ചെയ്ത് കുടിച്ചു എന്ന് റൈറ്റർ ഭയങ്കര ആങ്സൈറ്റിയോട് കൂടി പറയാണ്. I had been kneeling on the island grass when the unrecognizable flap of frog skin settled on the creek bottom. Swallowing, I stood up and brushed the knees of my pants. അത്ര നേരം നിലത്തിരുന്ന റൈറ്റർ ഈ ഷ്രിങ്ക് ചെയ്ത ഫ്രോഗിൻ്റെ സ്കിന്ന് കണ്ടപ്പോൾ മുട്ടിയത്തെ പൊടിയെല്ലാം തട്ടി ചാടി എഴുന്നേറ്റിട്ട് ഒരു ആശ്ചര്യത്തോടു കൂടി ഈ ഫ്രോഗിനെയും പിന്നെ ഈ വാട്ടർ ബഗിനെയും നോക്കി നിന്നു. ഐ കുഡിൻറ്റ് ക്യാച്ച് മൈ ബ്രെത്ത്. ജെയിൻ വാട്ടർ ബഗ് ഈ ഫ്രോഗിനെ സക്ക് ചെയ്യുന്ന കണ്ട ആങ്സൈറ്റിയിൽ നമ്മുടെ റൈറ്റർക്ക് ശ്വാസം പോലും വിടാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ആനി ഡില്ലാർഡ് ഈ പാരഗ്രാഫിൽ പറയുന്നത് ജെയിൻ വാട്ടർ ബഗിൻ്റെ സ്പെസിഫിക്കേഷനും പിന്നെ ജെയിൻ വാട്ടർ ബഗ് എങ്ങനെയാണ് ഒരു ഇരയെ പിടിക്കുന്നതും പിന്നെ ആദ്യമായി ജെയിൻ വാട്ടർ ബഗ് ഇരയെ പിടിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസൊക്കെയാണ് ഈ പാരഗ്രാഫിൽ റൈറ്റർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ജസ്റ്റ് ഒരു സിമ്പിളായൊരു പാരഗ്രാഫാണ് ഇത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ സെഷൻ. അടുത്ത പാരഗ്രാഫ് എടുക്കാൻ വരുന്നത് കൃഷ്ണ ടി.എസ്. ആണ്. ലെറ്റ്സ് വെൽക്കം ഹർ ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ് ടു മൈ ക്ലാസ്. I am Krishna T.S., second year BSc Mathematics student. I am here to discuss the fourth paragraph of chapter Pilgrim at Tinker Creek by Annie Dillard. Of course, many carnivorous animals devour their prey alive. The usual method seems to be to subdue the victim by downing or grasping it so it can't flee, then eating it whole or in a series of bloody bites. Frogs eat everything whole, stuffing prey into their mouths with their thumbs. People have seen frogs with their wide jaws and full of live dragonflies. They couldn't close them. Ants don't even have to catch their prey. In the spring, they swam over newly hatched featherless birds in the nest and eat them tiny bite by bite. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് കാർണിവോറസ് അനിമൽസ്, അതായത് മാംസഭോജികൾ അവരുടെ ഇരകളെ കൊല്ലുക എന്നതാണ്. ഒട്ടുമിക്ക കാർണിവോറസ് അനിമൽസും ജീവനോട് കൂടിയാണ് അവരുടെ ഇരകളെ കഴിക്കുക. അതിൽ പ്രധാനമായും നമ്മൾ കണ്ടുവരുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫോഴ്സ് ഉപയോഗിച്ച് വിക്ടിമിനെ കീഴ്പ്പെടുത്തി അവയെ മുഴുവനായോ അതോ സീരീസ് ഓഫ് ബൈറ്റ്സ് കുറച്ചായോ ആണ് കഴിക്കുക. ഫ്രോഗ്സിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫ്രോഗ്സ് എല്ലാ സാധനങ്ങളെയും ഒറ്റ വായിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കൂടുതലായിട്ടും നമ്മുടെ ഡ്രാഗൺ ഫ്ലൈസ് തുമ്പികളെ മുഴുവനായിട്ടും സ്റ്റഫ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പറയുന്നത് ആൻസ് ആണ്. ഉറുമ്പുകൾ സ്പ്രിംഗ് സീസണിൽ കുഞ്ഞി പക്ഷികളെ ഒക്കെ വിരിയുമല്ലോ, അതായത് പക്ഷിക്കുഞ്ഞുങ്ങൾ, ആ ഓസ്പ്രിങ്ങിനെയാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. എന്താ ചെയ്യാന്ന് വെച്ചാൽ ആൻസ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ അരിച്ചു ചെന്ന് എന്നിട്ട് ചെറിയ ചെറിയ പാർട്സ് ആയാണ് ആ പുതിയ ഓസ്പ്രിങ്ങിനെ കഴിക്കുന്നത്. I would like to invite Avani to discuss next paragraph. Thank you. I am Avani from second year BSc Mathematics and I am going to handle the fifth paragraph of this chapter, Pilgrims at Tinker Creek, written by Annie Dillard. In fifth paragraph, that it's rough out of the and Chansey is not surprised. Every living thing is a survivor on a kind of extended emergency bivouac. But at the same time, we are also created. In Quran, Allah asks, thinkest thou I made them in jest? It's a good question. What do we think of the created universe, spanning an unthinkable void with unthinkable portion of forms? Or what do we think of nothingness, those sickening reaches of time in their direction? If the giant water bug was not made in jest, was it then made in earnest? Pascal uses a nice term to describe the notion of the Creator's once having called the froth of the universe, turning his back to it, Deus absconditus. Is this what we think happened? Was the sense of it there and the God absconded with it? Ate it like a wolf who disappears the edge of the house with the Thanksgiving turkey. In paragraph 5,
the author Annie Dillard talks about the God and the mysteries of nature. ഫിഫ്ത്ത് പാരഗ്രാഫിൽ ഓഥർ ആനി ദൈവത്തെയും നേച്ചറിൻ്റെ നിഗൂഢതയെ പറ്റിയാണ് വിവരിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സ്, നേച്ചർ എന്ന് പറയുന്നത് വലിയൊരു മിസ്റ്ററി തന്നെയാണ്. യൂണിവേഴ്സ് എങ്ങനെയുണ്ടായി എന്ന സത്യാവസ്ഥ പോലും നമുക്കറിയില്ല. അങ്ങനെയുള്ള ഈ യൂണിവേഴ്സിലാണ് നാം ജീവിക്കുന്നത്. ഓരോ ജീവജാലങ്ങൾക്കും ഓരോ തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. എന്നാൽ അവർ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ബട്ട് സം കേസസ് ദേ കാൺ സർവൈവ്. എന്നാൽ അവർ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഗോഡ് ക്രിയേറ്റഡ് മാൻ. ഈ സന്ദർഭത്തിൽ ഖുറാനിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ആനി പറയുന്നുണ്ട്. സ്വർഗവും ഭൂമിയും അവയ്ക്കിടയിലുള്ള എല്ലാം തന്നെയും ഞാൻ സൃഷ്ടിച്ചത് തമാശയ്ക്കാണ് എന്ന് നിനക്ക് തോന്നുന്നുവോ? അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ, ദ ഹെവൻ ആൻഡ് എർത്ത് ആൻഡ് ഓൾ ഇൻ ബിറ്റ്വീൻ തിങ്കസ്റ്റ് ദോ ഐ മെയ്ഡ് ദം ഇൻ ജസ്റ്റ്. അതൊരു നല്ല ചോദ്യമാണെന്ന് ആനി പറയുന്നു. അതിനൊരു ഉത്തരമല്ലെങ്കിൽ അഭിപ്രായം. ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും നീണ്ടുകിടക്കുന്ന, എന്നാൽ അത്രത്തോളം എണ്ണിത്തീർക്കാൻ പറ്റാത്ത അത്രയും ജീവജാലങ്ങളുള്ള ഈ യൂണിവേഴ്സിനെ പറ്റിയാണ് നാം ചിന്തിക്കേണ്ടത്. അത്രത്തോളം നിഗൂഢതയുള്ള ഈ യൂണിവേഴ്സിനെ പറ്റി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ അതിനൊരു റീസൺ, കാരണം ഉണ്ടാവുമല്ലോ. ശൂന്യതയെക്കുറിച്ചും കടന്നുപോയ അനന്തമായ കാലത്തെക്കുറിച്ചും വരാനിരിക്കുന്ന അവസാനിക്കാത്ത കാലത്തെക്കുറിച്ചും നാം എന്താണ് ചിന്തിക്കേണ്ടതെന്ന് ഡിലാർഡ് ചോദിക്കുന്നു. വലിയ പാട്ടബഗിനെ തമാശയ്ക്കല്ല സൃഷ്ടിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ അധർമ്മമായിട്ട് തന്നെയല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നു. അടുത്ത പോർഷനിൽ സൃഷ്ടാവിനെക്കുറിച്ച് പാസ്കലിൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ഈശ്വരൻ തൻ്റെ സൃഷ്ടിയോട് പുറംതിരിഞ്ഞു നിന്ദിക്കുകയല്ലേ എന്ന് ഡിലാർഡ് ചോദിക്കുന്നു. പാസ്കൽ ഉപയോഗിച്ച പദപ്രയോഗം സൂചിപ്പിച്ചുകൊണ്ട് സൃഷ്ടാവിൻ്റെ മനോഭാവത്തെ കുറിച്ച് തൻ്റെ ആശയം അവർ വിശദീകരിക്കുന്നു. പാസ്കൽ അതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നു. ദ്യൂസ് അബ്സ്കോണ്ടിറ്റസ്, മറഞ്ഞിരിക്കുന്ന ദൈവം, ഇൻവിസിബിൾ ഗോഡ്. ദൈവം വളരെ കൗശലക്കാരൻ, കണ്ണിങ് ആണെന്നും അതിനാൽ തൻ്റെ സൃഷ്ടിക്ക് പുറകിൽ ഒളിഞ്ഞിരിക്കുകയാണെന്നും ഡിലാർഡ് വിവരിക്കുന്നു. താങ്ക്സ് ഗിവിംഗ് ടർക്കി കോഴിയുമായി വീടിൻ്റെ അറ്റത്ത് പോയി മറഞ്ഞിരിക്കുന്ന സമർത്ഥനായ വുൾഫ് ചെന്നായെപ്പോലെയാണെന്നും ഡിലാർഡ് ദൈവത്തെ സാദൃശ്യപ്പെടുത്തുന്നു. ഇൻ നെക്സ്റ്റ് പാരഗ്രാഫ്, ഗോഡ് ഈസ് സട്ടിൽ, ഐൻസ്റ്റീൻ സെയ്ഡ്, but not malicious. Again Einstein said that nature conceals her mystery by means of her essential grandeur, not by her cunning. It could be that God has not absconded but spread, as our vision and understanding of the universe have spread to a fabric of spirit and sense of grand and a subtle, so powerful in a new way that we can all feel blindly of its hem. In making the thick darkness a salting band for the sea, God sets bars and doors, and said, Hither shalt thou come, but not further. But have we come even that far? Have we rowed out to the thick darkness, or are we all playing pinochle in the bottom of the boat? ഈ പാരഗ്രാഫിൽ ഈശ്വരനെക്കുറിച്ചുള്ള തൻ്റെ മനോഗതം ഐൻസ്റ്റീൻ്റെ വേർഡ്സ് ഉപയോഗിച്ച് ഡിലാർഡ് വിശദീകരിക്കുന്നു. ഈശ്വരനെ കണ്ടുപിടിക്കാനും ഗ്രഹിക്കാനും പ്രയാസമാണ് എന്നുവെച്ച് അദ്ദേഹം പകയോടെ പ്രവർത്തിക്കുന്ന ഒരാൾ അല്ലെന്നും ഐൻസ്റ്റീൻ പറയുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ, ഗോഡ് ഈസ് സട്ടിൽ ബട്ട് നോട്ട് മലീഷ്യസ്. പിന്നെ പറയുന്നു, പ്രകൃതി അവളുടെ ആത്യന്തികമായ പ്രഭാവം കൊണ്ടല്ല അവളിലെ നിഗൂഢതയെ മറച്ചുപിടിക്കുന്നത്, അല്ലാതെ അവളുടെ കൗശലം കൊണ്ടല്ല. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ, നേച്ചർ കൺസീൽസ് ഹർ മിസ്റ്ററി ബൈ മീൻസ് ഓഫ് ഹർ എസെൻഷ്യൽ ഗ്രാൻഡർ, നോട്ട് ബൈ ഹർ കണ്ണിങ്. പിന്നെ പറയുന്നു, ഈശ്വരൻ, ഗോഡ്, യൂണിവേഴ്സിൻ്റെ പുറകിൽ സ്വയം മാറി ഒളിഞ്ഞിരിക്കുകയല്ലെന്നും മറിച്ച് അദൃശ്യവും മനോധർമ്മം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നിർമ്മിതിയിൽ അദ്ദേഹം പൂർണ്ണമായി സ്പ്രെഡായി പരന്നു കിടക്കുകയാണെന്നും ഡിലാർഡ് വിവരിക്കുന്നു. ഇത് അതീവ മനോഹരവും അതിസൂക്ഷ്മവുമാണ്. ഒരു നവീന രീതിയിൽ ഇത് അതിശക്തവുമാണ്. അതിനാൽ ഇത് ഒരിക്കൽ മാത്രമേ അനുഭവപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഈശ്വരൻ തൻ്റെ സൃഷ്ടിക്ക് പുറമേ അഥവാ സൃഷ്ടിയെ മനസ്സിലാക്കുവാൻ വേണ്ടി ചില നിയന്ത്രണങ്ങൾ അഥവാ ഒരു ലിമിറ്റ്, വാതിലുകൾ സ്ഥാപിച്ചിരിക്കുന്നുവെന്നും പറയുന്നു. ഇതുവരെ നിനക്ക് വരാം, അതിനപ്പുറത്തേക്ക് സാധ്യമല്ല എന്ന് പറയുന്നു.
അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ. ഹെറിറ്റോ ഷാൾ ദോ കം ബട്ട് നോട്ട് ഫർദർ ആൻഡ് ദ ഗോഡ് സെറ്റ്സ് ബാർസ് ആൻഡ് ഡോർസ്. എന്നാൽ തന്നെയും തൻ്റെ സൃഷ്ടികർമ്മത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം ചില പരിമിതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിമിതി അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ചു തന്ന പരിമിതി വരെ നാം പോകാൻ പോലും ശ്രമിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് ഡിലാർഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിലുപരി ചീട്ടുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ട് നാം നമ്മുടെ സമയം കളയുന്നു. നമ്മൾ ഇത്തരത്തിൽ സമയം ചിലവഴിക്കാതെ ദൈവത്തിൻ്റെ അതിനിഗൂഢമായ ചെയ്തികളെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡിലാർഡ് ഈ പോർഷൻ അവസാനിപ്പിക്കുന്നു. ദാറ്റ്സ് ഓൾ ദ ടോപ്പിക്. താങ്ക് യു.